പുടിനായി രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ തരൂരിനെ ക്ഷണിച്ചു. രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും ക്ഷണമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിന്റെ രാഷ്ട്രീയ നിലപാട് ബോധ്യമാകുമെന്ന് BJP നേതാവ് ജോർജ് കുര്യൻ. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചതാണ് ഇപ്പോൾ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പുതിയ ചർച്ചാ വിഷയം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിക്കാത്ത സ്ഥലത്തേക്കാണ് തരൂരിന് ക്ഷണമുണ്ടായത്. ചടങ്ങിൽ പങ്കെടുക്കുമെന്നും തനിക്ക് ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലാത്തതിനെക്കുറിച്ച് അറിയില്ലെന്നും തരൂർ പറഞ്ഞത് കോൺഗ്രസിന് ക്ഷീണമാവുകയും ചെയ്തു. ഇതോടെ പാർലമെന്റിലെ ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കളെ ഒഴിവാക്കി ശശി തരൂരിനെ മാത്രം ക്ഷണിച്ച നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. അതേസമയം പ്രതിപക്ഷ നേതാവിന് റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നിഷേധിച്ചത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് തരൂർ ആവശ്യപ്പെട്ടിരുന്നു. വിദേശ നയത്തിന്റെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചാണ് പോകേണ്ടതെന്നും തരൂർ പ്രതികരിച്ചിരുന്നു. എന്നാൽ ശശി തരൂരിനെ അത്താഴത്തിന് വിളിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന വ്യാഖ്യാനവുമായി BJP നേതാവ് ജോർജ് കുര്യൻ രംഗത്ത് വന്നു. കോൺഗ്രസ് നിയോഗിച്ച ആളായതുകൊണ്ട് മാത്രമാണ് വിളിച്ചത്. ശശി തരൂരിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് പുടിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ വിരുന്നൊരുക്കിയത്. രാഷ്ട്രീയം, ബിസിനസ്, സാംസ്കാരികം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമടക്കം പങ്കെടുത്തു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്നും ഇരട്ട താരകം പോലെ നിലനിൽക്കുന്ന ഈ സൗഹൃദത്തിന് പുടിൻ നൽകിയ സംഭാവന വളരെ വലുതാണെന്നും മോദി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുമെന്നും സുരക്ഷ, വ്യാപാരം, സാമ്പത്തിക, സൈനിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകൾ ഒപ്പിട്ടതായും പുടിൻ അറിയിച്ചു.